save as already saved ആണ്. So okay, ഞാൻ ആ HTML ഫയൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. Then style CSS ഫയലിന് വേണ്ടിയിട്ട് I need another folder named static. ഓക്കെ, അത് ടെംപ്ലേറ്റ്സിന്റെ അകത്തല്ല, ഈ ഒരു ഹോം ലൊക്കേഷനിൽ തന്നെയാണ് വേണ്ടത്. സ്റ്റാറ്റിക് ഫോൾഡർ, അതിന്റെ അകത്തോട്ട് എനിക്ക് style.css കൊണ്ടുവരണം. ഓക്കെ, സോ സ്റ്റാറ്റിക്കിനകത്ത് എനിക്ക് ആ CSS ഫയൽ ഉണ്ട്, അതുപോലെ ടെംപ്ലേറ്റ്സിന്റെ അകത്ത് എനിക്ക് ഹോം ഡോട്ട് HTML ഉണ്ട്. ഓക്കെ, സോ നൗ ഞാനൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, സോ എനിക്ക് ആ പേജ് ആസ് സച്ച് വരുന്നുണ്ട്. ദെൻ ഹൈപ്പർലിങ്ക് ഒക്കെ വർക്ക് ആവുന്നുണ്ട്. ബട്ട് ആ CSS സ്റ്റൈലിംഗ് മാത്രം വന്നിട്ടില്ല അല്ലേ? സോ ബോഡിക്കും H1 നമ്മളൊരു കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ലിങ്ക് ചെയ്യുന്നതിന്റെ മാത്രം വ്യത്യാസമാണ് വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു ലിങ്കിങ് സ്റ്റെപ്പിലാണ് നമ്മൾ ഡിഫറൻസ് വരുന്നത്. സോ നമ്മൾ ഫ്ലാസ്കിൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ലിങ്കിങ് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. ലൈക്ക് സ്റ്റാറ്റിക് ഫോൾഡറിന്റെ അകത്താണ് നമ്മുടെ ഫയൽ കിടക്കുന്നത്. ദെൻ അതിന്റെ ഫയലിന്റെ നെയിം style.css എന്നാണ്. സോ ഓക്കെ, നൗ നമ്മുടെ CSS ലോഡ് ആയിട്ടുണ്ട്, നമ്മുടെ HTML ലോഡ് ആയിട്ടുണ്ട്. ആസ് സച്ച് നമ്മുടെ വെബ് ആപ്പിൽ അത് ആക്സസിബിൾ ആണ്. ഓക്കെ, സെയിം ഫയൽസ് നമ്മൾ യൂസ് ചെയ്ത സെയിം HTML ആൻഡ് CSS ഫയൽസ് തന്നെയാണ്. ബട്ട് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്ന ലൊക്കേഷൻ സ്റ്റാറ്റിക് ഫയലിന് വേണ്ടിയിട്ട്, മീൻസ് CSS ഫയലിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡർ അവിടെ കൊണ്ടുവരിക. എന്നിട്ട് ആ ഒരു ഇതും കൂടെ ഇവിടെ കറക്റ്റ് ആയിട്ട് ആ ലിങ്കിങ്ങിൽ പറഞ്ഞു കൊടുക്കണം. അതുപോലെ HTML ഫയലിന് സ്പെസിഫിക് ആയിട്ട് ടെംപ്ലേറ്റ്സിൻ്റെ അകത്ത് ആ ഫോൾഡർ സ്പെസിഫിക് ഫോൾഡറിൻ്റെ അകത്ത് കൊണ്ടുവരണം. ഓക്കെ, HTML കോഡ് സെയിം, നമ്മൾ യൂസ് ചെയ്ത സെയിം കോഡ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വെബ് സെർവർ അപ്പ് ആൻഡ് റണ്ണിങ്, നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. ഇവിടെ നമുക്ക് ആ HTML കോഡ് ആൻഡ് CSS കാണാൻ പറ്റും. ആ പേജ് ആസ് സച്ച് റെൻഡർ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ഇവിടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യുന്നതും CSS ആഡ് ചെയ്യുന്നതും